മനുഷ്യബുദ്ധിയെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന ശിലാവിഗ്രഹങ്ങളുടെ മുമ്പിൽ കൈകൂപ്പരുതെന്ന് പറഞ്ഞോ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തരുതെന്ന് പറഞ്ഞോ, മദ്യത്തിനും മദിരാശിക്കും അടിമപ്പെട്ടു പോകരുതെന്ന് പറഞ്ഞോ, അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ സുജൂദ് ചെയ്യരുതെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നോ? ആ സമയത്ത് മുഴുവൻ പ്രവാചകന്മാരും അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, അള്ളാഹുവേ ഞങ്ങൾ ദഅവത്ത് ചെയ്തു തമ്പുരാനെ, ഞങ്ങൾ ഞങ്ങളുടെ ജനങ്ങളോട് പ്രസംഗിച്ചു തമ്പുരാനെ, രാവും പകലും ഞങ്ങൾ പ്രബോധനം നടത്തി തമ്പുരാനെ. ആ സമയത്ത് നീതിമാനായ പടച്ച തമ്പുരാന് ജനങ്ങളെ വിളിക്കുകയാ. ഏത് ജനങ്ങളെയാ? നൂഹ് നബിയുടെ സമൂഹത്തെ വിളിക്കുകയാ, ഈസാ നബിയുടെ സമൂഹത്തെ വിളിക്കുകയാ, മൂസാ പ്രവാചകന്റെ സമൂഹത്തെ വിളിക്കുകയാ. എല്ലാ പ്രവാചകന്മാരുടെയും സമുദായത്തെ സമൂഹത്തെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് ചോദിക്കുകയാണ്, ഈ പ്രവാചകൻ നിങ്ങൾക്ക് ദഅവത്തുമായി വന്നിട്ടുണ്ടോ? ഈസാ നബി നിങ്ങളുടെ മുന്നിൽ പ്രസംഗിച്ചിട്ടുണ്ടോ? മൂസാ നബി നിങ്ങളുടെ മുന്നിൽ എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? നൂഹ് നബി നിങ്ങളുടെ മുന്നിൽ ധീരമായിട്ട് പ്രസംഗിച്ചിട്ടുണ്ടോ? 950 വർഷക്കാലം രാവും പകലും ഉറക്കമില്ലാതെ പ്രബോധനം നടത്തിയ നൂഹ് നബി അടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാരുടെ അനുയായികൾ പറയുന്നു, ഇല്ല പടച്ചവരെ, ഇവര് പ്രബോധനത്തിൽ വെള്ളം ചേർത്തു, ഇവര് പ്രബോധനം ചെയ്തിട്ടില്ല, ഇവര് ദഅവത്ത് ചെയ്തിട്ടില്ല, ഞങ്ങളോട് പ്രസംഗിച്ചിട്ടില്ല, നിന്നെപ്പറ്റി ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അല്ലാഹു നീതിമാനാണ്. അവിടെ വാദിയും പ്രതിയുമായി ഇനി സാക്ഷികളെ കൊണ്ടുവരണം. അവിടെ വക്കീലും മാത്രമേ ഇല്ലാതെയുള്ളൂ. ആരും വക്കാലത്ത് ഏറ്റെടുക്കാൻ അവിടെ ഇല്ല. യജമാനനായ പടച്ചവൻ ജഡ്ജിയാണ്. വാദിയായി അവിടെ വരുന്നത് ആരാണ്? അവിടത്തെ ജനങ്ങളാണ്. പ്രതികളാരാണ്? പ്രവാചകന്മാരാണ്. സാക്ഷികളാരാണ്? ഇനി സാക്ഷികളെ മാത്രം വിസ്തരിച്ചാൽ മതി. അള്ളാഹുവിന്റെ പ്രവാചകന്മാരോടല്ല ചോദിക്കുകയാ. നൂഹ് നബിയോട് ചോദിക്കുന്നു, ഇബ്രാഹിം നബിയോട് ചോദിക്കുന്നു, ഈസാ നബിയോട് ചോദിക്കുന്നു, മൂസാ നബിയോട് ചോദിക്കുന്നു. നിങ്ങൾ പറയുന്നു ദഅവത്ത് നടത്തിയെന്ന്, എന്നാൽ ആ ജനങ്ങൾ പറയുന്നു ഇല്ല എന്ന്. എന്നാൽ നിങ്ങൾക്ക് വല്ല സാക്ഷികളെയും വിസ്തരിക്കാനുണ്ടോ? ഏതെങ്കിലും സാക്ഷികളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ച് തരാനുണ്ടോ? ആ സമയത്ത് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നത് എന്തെന്നറിയോ? നൂഹ് നബി പറയുന്നത് എന്തെന്നറിയോ? ലൂത്ത് നബി പറയുന്നത് എന്തെന്നറിയോ? ഈസാ മൂസാ പ്രവാചകന്മാർ അലൈഹിമുസ്സലാത്തു വസ്സലാം വിളിച്ച് പറയുന്നത് എന്തെന്നറിയോ? അല്ലാഹുവേ, ഞങ്ങൾ പ്രബോധനം ചെയ്തു എന്നതിന് സാക്ഷി ഒരു കൂട്ടര് മാത്രമാണ്. അവരാരാണെന്നറിയോ? ഏഷ്യാ ഭൂഖണ്ഡത്തിലെ, ഇന്ത്യ മഹാരാജ്യത്തിലെ, കേരള സംസ്ഥാനത്തിലെ, പാലക്കാട് ജില്ലയിലെ നെല്ലായക്കടുത്തുള്ള മാരായ മംഗലത്തുള്ള നിങ്ങളെ ചൂണ്ടിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്മാർ ഇബ്രാഹിം നബി, ഈസാ നബി, മൂസാ നബി, നൂഹ് നബി, ലൂത്ത് നബി, സക്കരിയാ നബി അടക്കമുള്ള എല്ലാ പ്രവാചകന്മാരും പറയുന്നു, തമ്പുരാനെ, ഈ നിൽക്കുന്ന ഉമ്മത്ത് മുഹമ്മദ് സാക്ഷിയാണ്. ഈ നിൽക്കുന്ന ഉമ്മത്ത് മുഹമ്മദ് സാക്ഷിയാണ്. ഞങ്ങൾ പ്രസംഗിച്ചതിന് ഇവര് സാക്ഷിയാണ്, ഞങ്ങൾ പ്രബോധനം നടത്തിയതിന് ഇവര് സാക്ഷിയാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്മാരങ്ങ് പറയുമ്പോ, സഹോദരങ്ങളെ ചിന്തിക്കണേ, നിങ്ങൾ ചിന്തിക്കണേ. ഇതെന്റെ വാക്കല്ല. മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു തആല അൻഹു തന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിലെ ഓരോ അംഗമാകാ ഭാഗ്യം കിട്ടിയ നമ്മൾ ചില്ലറക്കാരല്ല സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ പ്രവാചകന്മാര് സാക്ഷികൾ നമ്മളാണെന്ന് പറയുമ്പോൾ വീണ്ടും അതാ വാദികൾ അള്ളാന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു, പടച്ചവനെ, പറയുന്നത് പച്ചക്കള്ളമാണ്, പച്ചക്കള്ളമാണ്. ഞങ്ങൾ ഭൂജാതരായി ജനിച്ചു മരിച്ചതിന് ശേഷം എത്രയോ 1000 വർഷങ്ങൾക്ക് ശേഷമല്ലേ ഉമ്മത്ത് മുഹമ്മദ് വന്നത്. ഈസാ നബിയുടെ ജനത പറയുന്നു, മൂസാ നബിയുടെ ജനത പറയുന്നു, ഞങ്ങൾ ജനിച്ച് ജീവിച്ച് മരിച്ച് മണ്ണോട് ചേർന്നിട്ട് എത്രയോ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടല്ലേ ഉമ്മത്ത് മുഹമ്മദ് വന്നത്. പിന്നെങ്ങനാണ് നൂഹ് ഞങ്ങളോട് പ്രസംഗിച്ചത് അവര് കണ്ടത്? ഇബ്രാഹിം ഞങ്ങളോട് പ്രസംഗിച്ചത് എങ്ങനെയാണ് അവര് കണ്ടത്? ഈസയും മൂസയും ഞങ്ങളോട് പ്രസംഗിച്ചത് എങ്ങനെയാണ് കണ്ടത്? ആ സമയത്ത് അല്ലാഹു സാക്ഷികളായ നമ്മളെ വീണ്ടും വിസ്തരിക്കുകയാ. ചോദിക്കുന്നു, നിങ്ങളോട് പെങ്ങളെ, മാരായ മംഗലത്തെ പെങ്ങളെ, നിന്നെ വിളിച്ചു നിർത്തിയിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, എന്തേ ഇതിന് വല്ലതും പറയാനുണ്ടോ? നിങ്ങൾ വരുന്നതിന് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പല്ലേ ആ ജനത മരിച്ചൊടുങ്ങിയത്? പിന്നെങ്ങനെ നിങ്ങൾ സാക്ഷിയായി അവരുടെ പ്രവാചകന് പ്രബോധനം നടത്തിയതിന്? സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് നമ്മൾ പറയുന്ന വാക്കേതെന്നറിയോ? അർസൽത ഇലൈനാ റസൂലാ,
അൻസൽത ഇലൈനാ കിതാബാ അഖ്ബർതനാ ഫീഹി ബിതബ്ലീഗിർ റുസുലി. പടച്ചവനോടാ നമ്മൾ ചോദിക്കുന്നത്. സാക്ഷികളായ നമ്മൾ യജമാനനായ ജഡ്ജിയോട് ചോദിക്കുകയാണ്, അർസൽത ഇലൈനാ റസൂലാ, അല്ലാഹുവേ ചോദിച്ചല്ലോ ഞങ്ങൾ എങ്ങനെയാണ് സാക്ഷികളാകുന്നതെന്ന്, നീ ഞങ്ങൾക്കൊരു പ്രവാചകൻ അയച്ചിരുന്നോ? അല്ല പറയുന്നു, അതെ. അൻസൽത ഇലൈനാ കിതാബാ, പരിശുദ്ധമായ ജബലുൻ നൂറിന്റെ ഹിറാ ഗുഹയ്ക്കകത്ത് വെച്ചൊരു ഗ്രന്ഥം നീ ഞങ്ങളുടെ നായകന് കൊടുത്തിരുന്നോ? അല്ല പറയുന്നു, അതെ. അഖ്ബർതനാ ഫീഹി ബിതബ്ലീഗിർ റുസുലി, അതിനകത്ത് പ്രവാചകന്മാർ മുഴുവൻ ജനങ്ങൾക്കും പ്രബോധനം ചെയ്തു എന്ന ആയത്തുകൾ നീ ഇറക്കിയില്ലേ തമ്പുരാനെ? അതേ, ഇറക്കി. അല്ല സമ്മതിക്കുകയാണ്. അപ്പോഴും നമ്മൾ ഓരോരുത്തരും അഭിമാനത്തോടെ പറയുന്നു, പടച്ചവനെ, ഞങ്ങളുടെ ഹബീബ് ഞങ്ങൾ കോതിത്തന്ന, ഞങ്ങളുടെ സഹാബത്ത് ഞങ്ങൾ കോതിത്തന്ന, അവരിലൂടെ താബിഈങ്ങൾ, തബഅ താബിഈങ്ങൾ, സലഫ് സാലിഹീങ്ങൾ, അയിമ്മത്തുകൾ ഞങ്ങൾക്ക് ബോധിത്തന്ന വരക്കൽ മുല്ലക്കോയ തങ്ങളിലൂടെ, ശംസുൽ ഉലമയിലൂടെ, സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകുന്ന സമസ്തയിലൂടെ ഓരോ പള്ളി ദർസിലും ഓരോ കിതാബുകളിലും ഞങ്ങൾ കോതിത്തന്ന പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങളിലൂടെ ഈസാ നബി ദഅവത്ത് ചെയ്തെന്ന്, മൂസാ നബി ദഅവത്ത് ചെയ്തെന്ന്, നൂഹ് നബി ദഅവത്ത് ചെയ്തെന്ന്, ഇബ്രാഹിം നബി ദഅവത്ത് ചെയ്തെന്ന് ഞങ്ങളോട് ഞങ്ങളുടെ ഉസ്താദ് ഓതിത്തന്നു തമ്പുരാനെ. അതിലൂടെയാ ഞങ്ങൾ മനസ്സിലാക്കിയതെന്ന് പറയുമ്പോൾ അല്ലാഹു ഉടനെ വിധി കൽപ്പിക്കൂല, ഉടനെ വിളിക്കുന്നു. ആരെ വിളിക്കുകയാണ്? ഈ ലോകം സൃഷ്ടിക്കപ്പെടാ കാരണഭൂതരായ, ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിപ്പിന്റെയും കാരണഭൂതരായ, അല്ലാഹ് അല്ലാത്ത എല്ലാത്തിന്റെയും സൃഷ്ടിപ്പിന് കാരണക്കാരനായ അൽ ആലം സിവൽ ബാരി, അല്ലാഹ് അല്ലാത്തതിനാണല്ലോ ആലം എന്ന് പറയുന്നത്. അതേ, പടച്ചവനല്ലാത്ത എല്ലാത്തിന്റെയും സൃഷ്ടിപ്പിന് കാരണഭൂതരായ ലോകത്തിന്റെ നേതാവ്, അജയ്യനായ അമരക്കാരന്, ഞങ്ങളുടെയും നിങ്ങൾ ഓരോരുത്തരുടെയും കരളിന്റെ കഷ്ണമായ കണ്ണിലെ കൃഷ്ണമണിയായ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, നിങ്ങളുടെ അനുയായികൾ പറയുന്നത് ശരിയാണോ? നിങ്ങൾ അങ്ങനെ ഓതിക്കൊടുത്തിരുന്നോ? ആ സമയത്ത് മുസ്തഫായ നബി തങ്ങൾ അവിടെ നിന്ന് സമ്മതിക്കുകയാ, അല്ലാഹുവേ ശരിയാണ്, ഞാൻ എൻ്റെ സഹാബത്തിന് ഓതിക്കൊടുത്തു, സഹാബത്ത് താബിഈങ്ങൾക്ക് ഓതിക്കൊടുത്തു, താബിഈങ്ങൾ തബഅ താബിഈങ്ങൾക്ക് ഓതിക്കൊടുത്തു. ആ ഒരു കണ്ണിക്കാണ്, കോർവയ്ക്കാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പടച്ചവനെ ശരിയാണ്. ആ സമയത്തല്ലേ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 143-ാമത്തെ ആയത്ത് അന്വർത്ഥമാകുന്നത്, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ ലിതകൂനൂ ശുഹദാ അലന്നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, വകദാലിക ജഅൽനാകും, വകദാലിക അപ്രകാരം, എപ്രകാരം. 143-ൽ അല്ലാഹു പറയുന്നു അപ്രകാരം, എപ്രകാരം. 142-ൽ പറഞ്ഞതുപോലെ. 142-ൽ എന്താ പറഞ്ഞത്? എന്തായിരുന്നു പറഞ്ഞത്? ഈ ദുനിയാവിൽ നിങ്ങൾക്കാണ് ഉന്നതി എന്ന് അല്ലാഹു പരിശുദ്ധ കിബില മാറ്റത്തിലൂടെ നിങ്ങൾക്ക് തന്നതുപോലെ അല്ലാഹു പറയുന്നു, ജഅൽനാകും ഉമ്മത്തൻ വസത്ത, നിങ്ങളെ ഒരു മധ്യ സമൂഹമാക്കിയിരിക്കുകയാണ്, നീതിയുള്ള സമൂഹം. എന്തിന്? ലിതകൂനു ശുഹദാ അലന്നാസ്, ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും നാളെ പരലോകത്ത് നിങ്ങൾ സാക്ഷികളാണ്. നിങ്ങൾക്കാര് സാക്ഷി? വയകൂന റസൂലു അലൈക്കും ഷഹീദാ, നിങ്ങൾക്ക് അല്ലാഹു സാക്ഷിയാണ്. ഖുർആൻ പഠിക്ക് ചെറുപ്പക്കാരാ. ഖുർആൻ പഠിച്ചാൽ ഏറ്റവും വലിയ ലഹരി ഖുർആനായി മാറും. ഖുർആനോളം ലഹരിയുള്ളത് മറ്റൊന്ന് ഈ ലോകത്ത് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടില്ല. ഖുർആനോളം ലഹരിയുള്ളത് ഒന്നും ഈ ലോകത്ത് അല്ലാഹു തആല പടച്ചിട്ടില്ല. അത്രയും വലിയ ലഹരിയാണ് ഖുർആൻ. അത് പഠിച്ച് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ സഹോദരങ്ങളെ നമ്മളല്ലാതായി മാറിപ്പോകും. അതുകൊണ്ട് ഖുർആൻ പഠിക്ക്. അതിനാണ് ഇതുപോലത്തെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഈ സമുദായത്തിന്റെ അംഗങ്ങളായ എനിക്കും നിങ്ങൾക്കും അല്ലാഹു ദുനിയാവിൽ തന്ന ഏറ്റവും വലിയ ഔന്നത്യം എന്ന് പറയുന്നത് കിബിലമാറ്റത്തിലൂടെയാണെങ്കിൽ നാളെ പരലോകത്തും നമ്മൾ ഏറ്റവും ഉന്നതരാണ്. കാരണം നമ്മളാണ് ഓരോ നബിമാരുടെയും ദഅവത്തിന് സാക്ഷികളാകുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതിനെന്ത് വേണം? വെറുതെ പടച്ചോന്റെ മുമ്പ് ചെന്നിട്ട് അർസൽത ഇലൈനാ റസൂല, അൻസൽത ഇലൈനാ പിന്നെ കിതാബ, അഖ്ബർതനാ ഫീഹി ബിതബ്ലീഗ് റുസുലി എന്ന് പറയണമെങ്കിൽ
അൻസൽതൈലൈന റസൂൽ പിന്നെ കിതാബ, ഒരു കിതാബ് ഞങ്ങൾക്ക് നീ ഇറക്കി തന്നില്ലേ എന്നൊരു ബോധം നമുക്ക് ഉണ്ടാകണം. ഇന്ന് ഖുർആൻ അറിയാത്ത എത്ര ആളുകളുണ്ട് അല്ലേ? ഖുർആൻ എന്താണെന്നറിയാത്തത്. നമ്മുടെ എത്രയോ സ്ഥലങ്ങളിൽ, ഒരു സ്ഥലത്ത് നിന്ന് കിബില ചോദിച്ചപ്പോൾ, ഒരു മുസല്ല ചോദിച്ചപ്പോൾ കീറിപ്പറഞ്ഞൊരു മുസല്ല തന്നു. പെണ്ണുങ്ങളുടെ വീട്ടിൽ ഏറ്റവും കരിമ്പേൻ മനസ്സിലായില്ലേ? കരിമ്പേൻ അടിച്ച തുണി ഏതെന്ന് ചോദിച്ചു നോക്ക്. വീട്ടിലെ ഏറ്റവും കരിമ്പേൻ അടിച്ച തുണി ഏതാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന് അടുപ്പിന്റെ ഭാഗത്ത് ചൂടുള്ള പാത്രം ഇറക്കി വെക്കുന്ന ഏതെങ്കിലും ഒരു തുണി. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കരിമ്പേനടിച്ച് മുഷിഞ്ഞു നാറുന്ന തുണി ഏതെന്ന് ചോദിച്ചാൽ രണ്ടഭിപ്രായമില്ലാതെ പെണ്ണുങ്ങളെടുത്ത് കാണിച്ചു തരും, അത് നിസ്കാരക്കുപ്പായമാണ്. സംശയം ഉണ്ടായി വീട്ടിൽ പോയി നോക്ക്, വെയിലത്തെടുത്ത് അല്ലെങ്കിൽ വെട്ടത്തെടുത്ത് വെച്ചൊന്ന് നോക്ക്. കിബില എങ്ങോട്ടാന്ന് ചോദിച്ചപ്പോൾ ഒരു മുസ്ലിം കാക്ക പറയാണ്, അങ്ങനെ ഒന്നുമില്ല, ചിലപ്പോ ഇങ്ങനെ നിൽക്കും, ചിലപ്പോ ഇങ്ങനെ നിൽക്കും, ചിലപ്പോ ഇങ്ങനെ നിൽക്കും, ഒരു ഉറപ്പില്ല. കിബില ഏതെന്ന് പോലും അറിയാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിയിരിക്കാൻ. ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. വയലുകൾക്ക് വല്ല കുറവുണ്ടോ? പറയുന്നവനും നന്നാവുന്നില്ല, കേൾക്കുന്നവനും നന്നാവുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു. അള്ളാഹു നമ്മളെ 2 കൂട്ടരെ നന്നാക്കി തരട്ടെ, അല്ല 3 കൂട്ടരെ നന്നാക്കി തരട്ടെ. പറയുന്നോ പറയിപ്പിച്ചോ കേട്ടോണ്ട് എണീച്ചു പോകുന്നു, അഭിപ്രായം പറയുന്നു, കൊള്ളാം 50 മാർക്ക്, പിന്നെ പറയും 75 മാർക്ക്. സംഘടിപ്പിച്ചോ പൈസ പിരിഞ്ഞു കിട്ടിയാൽ ഇവിടത്തെ കാര്യമല്ല. ഇവിടെ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് പിരിഞ്ഞില്ലെങ്കിലും പിരിഞ്ഞാലും ഇവിടെ ഒരു മുടക്കം വരില്ല. കാരണം അഫമൻ ഉസ്സിസ അല തഖ്വ, ഇത് അൽഹംദുലില്ലാ തഖ്വയിൽ ബേസ്മെന്റ് ഇട്ട പ്രസ്ഥാനമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ തന്നെ നിലനിർത്തി തരട്ടെ. അതുകൊണ്ട് പണം ഇവിടെ കൊണ്ട് കൊടുക്കും, പൈസ ഇവിടെ കൊണ്ടുവരും. ഇവിടെ ആരും അങ്ങോട്ട് തേടി പോവേണ്ട കാര്യമില്ല. അതാണ് തഖ്വയിൽ അള്ളാഹുവിന്റെ സൂക്ഷ്മതയിൽ ആ ബേസ്മെന്റ് ഇട്ട ആ ഉസ്സിസ, അടിസ്ഥാനം കെട്ടിയ ഒരു പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ സംഘാടകരൊക്കെ എത്ര മോശമായിട്ടാണ് സുജൂദിൽ ഒരു പരിപാടിക്ക് പോയിട്ട് നിസ്കരിക്കാൻ വേണ്ടി കയറിയപ്പോൾ ഈ മാല ഇട്ടതിനെ പ്രത്യേകിച്ച് തിരിച്ചറിയാൻ പറ്റും. മാല ഇട്ട് നടക്കുന്നവരൊക്കെ സംഘാടകരാ. വണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് മാലയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. നേരെ വന്നു, ബാങ്ക് കൊടുത്തപ്പോൾ നിസ്കരിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് അടുത്തത് നിസ്കരിച്ച് സുജൂദിൽ വീണപ്പോൾ, സുജൂദിൽ നിൽക്കുമ്പോൾ അടുത്ത നിൽക്കുന്ന സുജൂദിലേക്ക് വീണപ്പോൾ പോക്കറ്റിൽ നിന്ന് ഷംബു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണെന്നറിയുമെന്ന് എനിക്കറിയില്ല, തമ്പാക്കില്ലേ ഈ ചുണ്ടിൻ്റെ ഇടയിൽ തിരികെ വെക്കുന്ന സാധനം, അത് പോക്കറ്റിൽ നിന്ന് വീഴുക. ആരാ? പരിപാടിയുടെ മെയിൻ സംഘാടകനാ. പിന്നെങ്ങനാ നാട്ടുകാർ നന്നാവുക? അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആക്ഷേപിക്കുകയും വിമർശിക്കുകയുമല്ല, പക്ഷേ വിഷമം കൊണ്ട് പറയാണ് നമ്മുടെ അവസ്ഥ ഓർത്തിട്ട്. ആരുടെ? നമ്മുടെ, എൻ്റെ, നിങ്ങളുടെ അവസ്ഥ ഓർത്തിട്ട്. അതുകൊണ്ട് ദുനിയാവിലും നമ്മൾ ഏറ്റവും നേതാക്കന്മാരാണ്, ആഖിറത്തിലും നമ്മൾ നേതാക്കന്മാരാണ്. അള്ളാഹു ആ ഒരു അവസ്ഥ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, ബിസ്ക്കറ്റിലും ചായയിലും വീണു പോകരുത്. 1 മണിക്കൂർ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് കൊടുക്കാമെന്ന് സംഘാടകരേറ്റു. അവർ കൃത്യമായി അത് പാലിച്ചു, കൃത്യമായിട്ട് അതവർ പാലിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. കൃത്യമായി 1 മണിക്കൂർ കഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നല്ല മുബാറക്കായ സദസ്സ, അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളുള്ള സദസ്സാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധിച്ച് നിങ്ങൾ ഇരിക്കുന്നു. ഒരുപാട് നീട്ടിക്കൊണ്ടൊന്നും പോകൂല. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ സ്വർഗത്തിൽ നമുക്ക് പകരം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. പണ്ടാരോ പറഞ്ഞനക്ക് ഈ തുട്ട് മാരാർക്കും തട്ട് ചെണ്ടയ്ക്കും. പ്രസംഗിക്കുന്നത് ഞാനും, തിന്നുന്നത് നിങ്ങളുമാണ്, കുടിക്കുന്നത്. പക്ഷെ ഞാൻ ഇടയ്ക്ക് കുടിക്കാറില്ല. അതുകൊണ്ട് അതിൽ സാരമില്ല. നിങ്ങൾ ശബ്ദം ഉണ്ടാക്കാതെയും അശ്രദ്ധരാകാതെയും കേട്ടാൽ മതി. അള്ളാഹു നമുക്ക് ഈ പരിശുദ്ധ സദസ്സിൻ്റെ ഹുർമത്ത് പാലിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ചോദിക്കാൻ, നിങ്ങൾ ശ്രദ്ധിക്കണേ, ഏറ്റവും കൂടുതൽ ഈമാനുള്ളത് ആർക്കാണ്? പറയും. ഇനി നിങ്ങൾ എൻ്റെ കൂടെ വരണം. നമ്മുടെ കാര്യമാണ് പറയുന്നത്, ഇത് നമ്മുടെ കാര്യം പറയാൻ. ഏറ്റവും കൂടുതൽ ഈമാനുള്ളത് ആർക്കാണ്? ഏറ്റവും കൂടുതൽ ഈമാനുള്ളത് ആർക്കെന്നറിയോ? ഒരിക്കൽ തന്റെ പ്രിയപ്പെട്ട സഹാബാക്കൾ തലയിലൊരു പ്രാവ് വന്നിരുന്നാൽ, ശിരസൊന്ന് ചലിപ്പിച്ചാൽ, കണ്ണെന്ന് ഇമവെട്ടിയാൽ ആ പ്രാവ് പറന്നു പോകുമോ എന്ന ആശങ്കയോടെ തലയനക്കാതെ, ശിരസി കുലുക്കാതെ, കണ്ണിമ വെട്ടാതെ ഇരിക്കുന്ന ആളുകളെ പോലെ നബിതങ്ങളുടെ റിസാലത്തിന്റെ പൊൻചെമ്പകപ്പൂ ചുണ്ടിലേക്ക് നോക്കിയിരിക്കാൻ. എന്തൊരു ഭാഗ്യമാണ് നബിയെ!
അന്നല്ലറു ഇലാ വജിഹിക, എനിക്ക് ഇങ്ങനെ നോക്കിയിരിക്കണം. എന്താ അബൂബക്കർ സിദ്ദീഖേ നിന്റെ ആഗ്രഹം? റളിയല്ലാഹു അൻഹു, നബി എനിക്ക് ഒരു ആഗ്രഹവും 3 ആഗ്രഹങ്ങൾ, അതിൽ ഒന്നാമത്തേത് അന്നല്ലറു ഇലാ വജിഹിക, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം, എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് ഇങ്ങനെ നിങ്ങളെ നോക്കിക്കൊണ്ടിരുന്നാ മതി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനെ നോക്കിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹാബത്തുണ്ടല്ലോ, അവരോട് ചോദിക്കുക, സഹാബ നിങ്ങൾക്കറിയോ ആരുടെ ഈമാനിനാണ് അത്ഭുതം ഉള്ളതെന്ന്? ആരുടെ ഈമാനിന് അത്ഭുതം ഉള്ളത്? ഇതൊക്കെ അങ്ങോട്ട് ഞാൻ പറയാം, പക്ഷേ നമ്മൾ ആരും കൂടുതൽ പൊങ്ങൊന്നും വേണ്ട. ഏറ്റവും വലിയ ഈമാൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ അത്ഭുതകരമായ അഅ്ജബുൽ ഈമാൻ ആരുടേതെന്നറിയോ? സഹാബത്തിനോട് ചോദിച്ചു. മഹാനായ അംറബിന് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇമാം അഹ്മദ് തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിക്കുന്ന, സഹാബ അയ്യുന്നാസി അഅ്ജബു ഇലൈക്കും ഈമാനാ, ഏറ്റവും വലിയ അത്ഭുതകരമായ ഈമാൻ ആരുടേതെന്നറിയോ? അവർ പെട്ടെന്ന് മറുപടി കൊടുത്തത് അൽ മലായിക, മലക്കുകളുടെ ഈമാനാണ്. മലക്കുകളുടെ ഈമാനാണ് ഏറ്റവും അത്ഭുതകരമായ ഈമാനെന്ന് സഹാബത്ത് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു ചോദിക്കുകയാണ്, വമാ ലഹും ലാ യുമിനൂന ബില്ലാഹ് വഹും അവർ ഏത് സമയത്തും പടച്ചോന്റെ അടുക്കലല്ലേ ഉള്ളത്, അതുകൊണ്ട് അവരുടെ ഈമാനിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അവർ അള്ളാന്റെ അടുക്കലല്ലേ എപ്പോഴും ഉള്ളത്, അള്ളാന്റെ സവിധത്തിൽ അള്ളാന്റെ സമക്ഷത്തിലല്ലേ അവരുള്ളത്, പടച്ചവന്റെ സാന്നിധ്യത്തിലല്ലേ അവരുള്ളത്, അവർ ആകാശത്തിന്റെ പടപ്പുകളല്ലേ, അതുകൊണ്ട് അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല സഹാബ. വീണ്ടും ചോദിക്കുന്നു, നബി ചോദിക്കുന്നു, സഹാബത്തെ ആരുടെ ഈമാനാണ് നിങ്ങളൊന്ന് പറയുവോ? ആ സമയത്ത് അവർക്ക് പരിചയമുള്ളത് ആരാണ്? നബിയെ, അൽ അംബിയാ, ആദം നബി മുതൽ അങ്ങ് വരെയുള്ള അംബിയാക്കളുടെ ഈമാനാണ് ഏറ്റവും അത്ഭുതകരമായ ഈമാൻ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, എന്താ ഞങ്ങളുടെ ഈമാനിൽ അത്ഭുതപ്പെടാൻ? വമാലഹും ലാ യുമിനൂന ബില്ലാഹ്, അവർ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നതിൽ എന്ത് അത്ഭുതം ഇരിക്കുന്നു? വൽ വഹ്യു യൻസിലു അലൈഹിം, അവർക്ക് വഹി വരുന്നുണ്ടല്ലോ. ഏതൊരു വിഷയത്തിൽ ഒരു പ്രയാസം നേരിട്ടാൽ ജിബ്രീൽ മാലാക ഓടി വന്നിട്ട് എല്ലാ വിവരങ്ങളും കൊടുക്കുമല്ലോ, അവർക്ക് വഹയിന്റെ സന്ദേശം വരുന്നുണ്ടല്ലോ. പിന്നെ അവരുടെ ഈമാനിൽ എന്ത് അത്ഭുതമാണുള്ളത്? മൂന്നാമത് സഹാബത്ത് പറയുകയാണ്, യാ റസൂലല്ലാഹ് നഹ്നു, നബിയെ ഞങ്ങളാണ് ഏറ്റവും ഈമാൻ അത്ഭുതമുള്ളത്. ഞങ്ങൾ എന്ന് പറഞ്ഞ സഹാബത്താണ്. അവർക്ക് അമ്പിയാക്കൾ കഴിഞ്ഞാൽ മലായിക്കത്തുകൾ കഴിഞ്ഞാൽ അവർക്ക് ആകെ അറിയുന്നത് അവരെ തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈമാനിൽ അത്ഭുതമുള്ളതെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മാലക്കും ലാ തുമിനൂന ബില്ലാഹ്, നിങ്ങളുടെ ഈമാനിൽ എന്ത് അത്ഭുതമിരിക്കുന്നു? നിങ്ങളുടെ വിശ്വാസത്തിന് എന്ത് അത്ഭുതമിരിക്കുന്നു? വഅന ബൈന അൽഹുരിക്കും, ഞാൻ നിങ്ങളുടെ കൺമുമ്പിലില്ലേ, ഞാൻ നിങ്ങളുടെ മുന്നിലുണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ മുന്നിലുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങളുടെ ഈമാനിൽ അത്ഭുതമില്ല. ഞങ്ങൾക്ക് വഹി വരുന്നു എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ ഞങ്ങളുടെ ഈമാനിനും അത്ഭുതമില്ല. അല്ലാഹുവിന്റെ അടുക്കലാണ് ഏത് സമയത്തും എന്നുള്ള നിലയിൽ മലായിക്കത്തുകളുടെ ഈമാനിലും അത്ഭുതമില്ല. പിന്നെ ആരുടെ ഈമാനാ നബി അത്ഭുതമുള്ളത്? എന്താ റസൂൽ പറഞ്ഞതെന്നറിയോ? ഇന്നേ വരെ തമാശയ്ക്ക് പോലും അസത്യത്തിന്റെ ലാഞ്ചന അതരങ്ങളിൽ നിന്ന് അടർന്നു വീഴാത്ത ആമിനയുടെ പൊന്നുമോ, അബ്ദുള്ളയുടെ തങ്കക്കുടമുണ്ടല്ലോ, മക്കയുടെ ജേതാവ്, മദീനയുടെ രാജാവ്, ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറഞ്ഞത് എന്തെന്നറിയോ? സഹാബത്തെ, ഇന്ന അഅ്ജബൽ ഖൽഖി ഇലയ്യ ഈമാനാ, എൻ്റെ അടുക്കൽ ഏറ്റവും അത്ഭുതകരമായ ഈമാൻ ആരുടേതെന്നറിയോ? ലഖൗമുൻ, ഒരു ജനതയാണ്, യകൂനൂന മിൻ ബഅദി, എനിക്ക് ശേഷമാണ് അവർ വരുന്നത്, അവർ എനിക്ക് ശേഷമാണ് വരിക. യജിദൂന സുഹഫൻ ഫീഹാ കിതാബ്, അല്ലാഹുവിന്റെ ഗ്രന്ഥം അവരുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. യുമിനൂന ബിമാ ഫീഹാ, അതിലുള്ളതെല്ലാം അവർ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ അവരെന്നെ കാണുന്നില്ല. ആരാണെന്നറിയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അവരാരാണെന്നറിയോ? പാലക്കാട് ജില്ലയിലെ നെല്ലായയിലെ നിങ്ങളാണ്, തിരുവനന്തപുരം ജില്ലയിലെ പനവൂരുള്ള ഞാനാണ്. ഈ ലോകത്ത് അല്ലാഹു ഏറ്റവും വലിയ അംഗീകാരവും ആദരവും തന്ന ഉമ്മത്ത് മുഹമ്മദ് എന്ന് പറയുന്ന ഞാനും നിങ്ങളുമാണ്. ഈമാനിൽ ഏറ്റവും അത്ഭുതകരമായ ഈമാനുള്ളതെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഇത് പഠിപ്പിച്ചു
പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ ഹബീബാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലോകത്തെ ഏറ്റവും വലിയ ഈമാൻ ഈ സമുദായത്തിന് അല്ലാഹു കൊടുത്ത വിശ്വാസമാണ്. ഇന്ന് വരെ റസൂലുള്ളാഹിനെ ആരും കണ്ടില്ലല്ലോ. അവിടത്തെ ഇവിടെ ഒരു ഫോട്ടോ നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? ആരുടെയെങ്കിലും കയ്യിൽ റസൂലുള്ളാഹിന്റെ ഒരു രേഖാചിത്രമുണ്ടോ? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ഏതെങ്കിലും നിലയിലുള്ള ഒരു ചിത്രം നിങ്ങളുടെ കയ്യിലുണ്ടോ? ഒരു രൂപം നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? കൺകണ്ട ഭർത്താവിനേക്കാൾ നിങ്ങൾ സ്നേഹിക്കുന്നില്ല പെങ്ങളെ. മുമ്പിൽ നിൽക്കുന്ന വാപ്പയേക്കാ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ ഉപ്പ? നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ പ്രിയപ്പെട്ട ജന്മം നൽകിയ പ്രിയപ്പെട്ട ഉമ്മയേക്കാ നിങ്ങൾ സ്നേഹിക്കുന്നില്ലേ? നിങ്ങളുടെ കൂടെ ചൂടും ചൂരുമേറ്റ് കിടക്കുന്ന പ്രിയപ്പെട്ടവളെക്കാൾ അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ സ്നേഹിക്കുന്നില്ലേ? നിങ്ങളുടെ ചോരയിൽ ഉണ്ടായ പൊന്നുമക്കളുണ്ടല്ലോ, ആ മക്കളെക്കാ സ്നേഹം നിങ്ങൾക്ക് മുത്തുനബിയോടില്ലേ? ആ മക്കളെ നിങ്ങളോടൊപ്പം ഇഴകിച്ചേർന്ന് ജീവിക്കുന്നുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബിനെ നിങ്ങളെ കണ്ടിട്ടില്ല. എന്നിട്ട് നമ്മുടെ വിശ്വാസം എന്താണ്? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്. എവിടെയാ ഇതല്ല പറഞ്ഞത്? സൂറത്തുൽ ബഖറ. ഫാത്തിഹ എന്ന ആമുഖ പ്രസംഗം മാറ്റിവെച്ചാൽ അള്ളാഹുവിന്റെ ഖുർആൻ തുടങ്ങുന്നത് അൽ ബഖറ. പശു ആ അധ്യായത്തിന്റെ തുടക്കം അലിഫ് ലാം മീം. എല്ലാ മുഫസ്സിറുകളും അവിടെ എത്തിയിട്ട് തങ്ങളുടെ പേനകൾ മടക്കി വെച്ചിട്ട് തൂലിക അടച്ചു വെച്ചിട്ട് പറഞ്ഞു, അല്ലാഹു അഅലമു ബിമുറാദിഹി, ഞങ്ങൾക്കറിയില്ല എന്താന്ന്. ദാലിക്കൽ കിതാബ്, ഈ വിശുദ്ധമായ ഗ്രന്ഥം, ലാ റൈബ ഫീഹി, ഒരു സംശയമില്ല, ഇത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. ഹുദല്ലിൽ മുത്തഖീൻ, അള്ളാഹുവിനെ ഭക്തിയോടെ ജീവിക്കുന്ന ഒരു സമൂഹത്തിന് നേർമാർഗം കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ്. എന്നിട്ട് അങ്ങോട്ട് പറഞ്ഞു തുടങ്ങുന്നത് വിശ്വാസികളുടെ മുത്തഖീങ്ങളുടെ ഖുർആനിന്റെ വാഹകരുടെ വിശേഷണങ്ങളാണ്. അതിൽ ഒന്നാമത് എന്താ പറഞ്ഞത്? അല്ലദീന യുമിനൂന ബിൽ ഗൈബി, കണ്ടത് വിശ്വസിക്കുന്നവരെന്നല്ല, ഇതുവരെ നിങ്ങൾ കാണാത്തത് വിശ്വസിക്കുന്നവരാണ്. മരണം നിങ്ങൾ കണ്ടോ? മരിച്ചവരെ കണ്ടു, മരണം നിങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ ഞാനും വിശ്വസിക്കുന്നില്ലേ? ഖബർ നിങ്ങൾ കണ്ടോ? കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ പള്ളിക്കാട്ടിലെ 6 അടി താഴ്ചയിലുള്ള മണ്ണ്, അതല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഖബർ അതല്ല. ഖബറിനെ പറ്റി ഖുർആൻ പറഞ്ഞത് ബർസഖ് എന്നാണ്, മറയെന്നാണ്, മറയ്ക്കപ്പെട്ടതാണ്, നമുക്ക് കാണാൻ പറ്റൂല. നമ്മൾ വിശ്വസിക്കുന്നില്ലേ ഖബറുണ്ടെന്ന്? മുങ്കർ നക്കീറിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. വിശ്വസിക്കുന്നില്ലേ? നമ്മളെ കൊണ്ടുവച്ചാൽ ഉടനെ എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും, ഇന്റർവ്യൂ ചെയ്യുമെന്ന്. നിങ്ങൾ ഞാനും സിറാത്ത് കണ്ടിട്ടില്ല, സ്വർഗ നരകങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ ഈ പച്ച ദുനിയാവ്, കണ്ണുകൊണ്ട് കാണുന്ന പച്ച ഈ ദുനിയാവിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ സ്വർഗത്തെ കാമിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും എന്തിന്റെ പേരിലാ? കാണാത്ത സ്വർഗത്തെ നമ്മൾ ആഗ്രഹിക്കുന്നു, കാണുന്ന ദുനിയാവിനേക്കാൾ. എന്തുകൊണ്ട്? നമ്മൾ അതിനെ കുറച്ചൊരു വിശ്വാസമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ഈമാനിൽ വലിയ അത്ഭുതമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പെങ്ങളെ, സഹാബത്തിന്റെ ചരിത്രം നിങ്ങൾക്കറിയുമല്ലോ, സഹാബാക്കളുടെ ചരിത്രം അറിയുമല്ലോ. അവിടെ നിന്ന് പറഞ്ഞ ഒരു കാര്യം എന്തെന്നറിയോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, തൂബാ ലിമൻ റആനി, എന്നെ കണ്ടവർക്ക് മംഗളം. തൂബാ ലിമൻ റആനി, എന്നെ കണ്ടവർക്ക് മംഗളം. ഞാൻ കഴിഞ്ഞ മാസം ഈജിപ്റ്റ് സന്ദർശിക്കുന്നതിനിടയിൽ മഹാനായ ഒരു സഹാബിയുടെ ഖബറിന്റെ അടുക്കൽ പോയി. വല്ലാത്തൊരു ഭാഗ്യമാണ് സഹോദരങ്ങളെ. ആരാ? 6 അടി മണ്ണിനടിയിൽ നമ്മൾ നിൽക്കുന്നതിന്റെ 6 അടി താഴ്ചയിൽ കിടക്കുന്നത് ആരാണ്? അള്ളാന്റെ മുത്തിന്റെ ആ നെറ്റിത്തടത്തിന്റെ വെളിച്ചം കണ്ട ഒരു മനുഷ്യനല്ലേ. ഓ, എന്തൊരു ഭാഗ്യമാ സഹോദരങ്ങളെ സഹാബിയാകാൻ കഴിയാന്ന് പറഞ്ഞാൽ. നമുക്കതിനുള്ള ഭാഗ്യമല്ല തന്നില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി, ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയില്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു ഭാഗ്യദോഷമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ കണ്ട ആളുകൾക്ക് മംഗളം. ആരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, തൂബാ ലിമൻ റആനി, എന്നെ കണ്ടവർക്ക് മംഗളം. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, വതൂബാ സബ്അ മർറാത്ത്, 7 തവണ മംഗളം. ആർക്കാ?
ലിമൻ ലം യറനീ ഫആമന ബീ. എന്നെ കാണാതിരുന്നിട്ടും എന്നെ വിശ്വസിക്കുന്നവർക്ക് 7 മംഗളം. അള്ളാഹു നമുക്ക് തന്ന ഭാഗ്യം എത്ര വലുതാ. ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ചിന്തിക്കുക, ഒരൊറ്റ മംഗളമാർക്ക സഹാബിക്ക്. നമ്മൾ സഹാബിയേക്കാൾ മുകളിലാണെന്നല്ല ഈ പറയുന്നത്. നമ്മുടെ ഈമാനിൽ അത്രയും അഇജബാണ്, ഏറ്റവും അത്ഭുതകരമാണ്, ഏറ്റവും അത്ഭുതമാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. ഇത് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. ഞാൻ എൻ്റെ വിഷയത്തിൽ നിന്ന് എന്താണ് അമല് ചെയ്യേണ്ടത്, ഫളായിലുകൾ മാത്രം പറഞ്ഞു പോകലല്ല. നമുക്ക് ഇന്നത്തെ രാത്രി മുതൽ എന്ത് അമല് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് കൂടി ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ട് വേണം നമുക്ക് പിരിയാൻ. ഈ ഉമ്മത്ത് മുഹമ്മദിന് ഇത്രയും മഹത്വമുണ്ടെന്ന് പറയുമ്പോൾ അതൊരു മഹത്വമായി കേട്ടുകൊണ്ട് പോകുന്നതിനപ്പുറത്ത് ഇന്നത്തെ രാത്രി മുതൽ എന്ത് അമല് ചെയ്യാനുണ്ട് എന്നതിനെ പറ്റി ചോദിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട പ്രവാചകനെ കാണാതെ ആ പ്രവാചകനെ കൊണ്ട് വിശ്വസിക്കുന്ന ഒരാൾക്ക് 7 മംഗളം എന്ന് പറയുമ്പോൾ ഏത് സഹാബത്തിനെ പറ്റിയാ പറഞ്ഞത്? നബിതങ്ങൾ വഫാത്തായി എന്ന വാർത്ത കേട്ടപ്പോ ആലോചിക്കണം. ഇത് പ്രോത്സാഹിക്കപ്പെടേണ്ടത് നമ്മുടെ മുന്നിൽ ആരെങ്കിലും മരിച്ചു പോകുമ്പോ മുടിക്കെട്ട് വലിച്ചിടൽ, മുഖം മാന്തിപ്പറിക്കൽ, ധരിച്ചിരിക്കുന്ന വസ്ത്രം വലിച്ചു കീറൽ ഹറാമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട പരിശുദ്ധമായ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിന്റെ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന നമുക്ക് ഇത് പറയുന്നത് സഹാബത്തിന്റെ വികാരമായി മാത്രം നമ്മൾ കണ്ടാൽ മതി. അള്ളാഹുവിന്റെ റസൂല് വഫാത്ത എന്ന വാർത്ത അറിയുമ്പോൾ ആ വിവരം ആരോ പറയുകയാണ്, അറിഞ്ഞില്ലേ റസൂല് യാത്രയായി. ആ ഒരു വാർത്ത എങ്ങോട്ട് കേട്ട മാത്രയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാന്റെ ഹബീബിനെ സ്നേഹിച്ച സഹാബാക്കളിൽ ഒരാൾ പെട്ടെന്ന് തന്നെ എന്താ പറഞ്ഞതെന്നറിയോ? അല്ലാഹുമ്മ അദ്ഹബ് ബസ്രീ ഹത്താ ലാ അറാ ബഅദ ഹബീബി അഹദാ. പടച്ചവനെ, എൻ്റെ മുത്തിനെ കണ്ട കണ്ണുകൊണ്ട് മുത്തില്ലാത്ത ലോകത്ത് ഇനി എനിക്കൊന്ന് കാണേണ്ട അവസ്ഥ വരാറ് എൻ്റെ കാഴ്ച തിരിച്ചെടുക്കണേ അല്ലോ. ആരാ ദുആ ചെയ്തത്? ഏത് സമയത്തും എൻ്റെ സങ്കടങ്ങൾ വരുമ്പോ, എൻ്റെ പ്രയാസങ്ങൾ വരുമ്പോ, എൻ്റെ മനസ്സ് നീറിപ്പുകയുമ്പോ, എൻ്റെ മനസ്സ് വല്ലാതെ പ്രകമ്പനം കൊള്ളുമ്പോ ഞാൻ ഓടി വരാറുണ്ട് എൻ്റെ മുത്തിന്റെ അടുക്കൽ വന്ന്. അന്നളുറു ഇലാ വജ്ഹിക, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോ മഞ്ഞുരുകും പോലെ എൻ്റെ ദുഃഖങ്ങൾ മാറാറുണ്ട് റസൂലേ, എൻ്റെ ഏത് വിഷമങ്ങളും മാറാറുണ്ട് ഹബീബേ. അങ്ങനെ എൻ്റെ മുത്തിനെ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ കണ്ണ്, അല്ലാഹുമ്മ അദ്ഹബ് ബസ്രീ, എൻ്റെ കാഴ്ച നീ തിരിച്ചെടുക്കണേ തമ്പുരാനേ. ഹത്താ ലാ അറാ ബഅദ ഹബീബി അഹദാ. ഇനി എൻ്റെ റസൂലില്ലാത്ത മദീന, ഇനി എൻ്റെ റസൂലില്ലാത്ത ദുനിയാവിൽ എനിക്കൊന്നും കാണണ്ട. എൻ്റെ ഭാര്യയെ കാണണ്ട, മക്കളെ കാണണ്ട, എൻ്റെ ഉമ്മയെ കാണണ്ട, ഉപ്പയെ കാണണ്ട, എൻ്റെ വീട് കാണണ്ട, എൻ്റെ പള്ളി കാണണ്ട, എനിക്ക് ദുനിയാവൊന്നും വേണ്ട റബ്ബിനെ. അല്ലാഹുവേ, എൻ്റെ കാഴ്ച നീ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ സഹാബി ഉണ്ടല്ലോ, ആ പ്രിയപ്പെട്ട സഹാബത്തിന്റെ സ്നേഹം എത്ര വലുതാ മനസ്സിലിരിക്കട്ടെ. അതുപോലെ മരണത്തിന്റെ സക്കറാത്തിന്റെ വേളയിലല്ലേ സയ്യിദുനാ ബിലാൽ ബത്ഹാഇന്റെ താഴ്വരയിലിട്ട് ഉമയ്യത്തിന്റെ കിങ്കരന്മാരെ ചാട്ടവാറടിയച്ച് ചമ്മട്ടി പ്രകരം നടത്തിയിട്ട് ആടിന്റെ തോലുരിയുന്നത് പോലെ ശരീരത്തിൽ നിന്ന് കറുത്ത തോലുരിഞ്ഞു വന്ന അവസാനം അടികൊണ്ട് ഉമയ്യത്തെ കുറച്ച് വെള്ളം തരുവോ എന്ന് ചോദിച്ചപ്പോ കറുകറുത്ത ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിക്കൊടുത്തപ്പോ ആ തുപ്പ് നീര് നാവ് കൊണ്ട് ഒപ്പിയെടുത്ത് തൊണ്ട നനച്ചിട്ട് വിളിച്ചത് അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. അല്ലാഹ് പടച്ചോനേകനാണെന്ന് വിളിച്ചു പറഞ്ഞ തന്റെ ഇടപ്പിന്റെ ആത്മാർത്ഥതയുടെ ഈമാനിന്റെ ജാജ്വല്യമാനമായ പ്രതീകമേ സയ്യിദുനാ ബിലാൽ. വഫാത്തിന് ശേഷവും റസൂലുള്ളാഹിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മദീനയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് മുഴക്കിയിട്ട് മദീനക്കാരെ കരയിപ്പിച്ച ബിലാലേ,
ആ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, സക്കറാത്തിന്റെ വേളയില് മരിക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് തന്റെ പ്രാണപ്രേയസി ഓടി വന്നിട്ട് അടുത്തിരുന്നിട്ട് കരയുകയാ. തലയിൽ കൈവച്ചിട്ട് പറയുന്നു, വാ ഹുസ്ന, എന്റെ ദുഃഖം സഹിക്കാൻ പറ്റുന്നില്ല, എന്റെ ഭർത്താവ് ഈ ലോകത്ത് നിന്ന് വിട പറയുകയാ, എന്റെ ദുഃഖം താങ്ങാൻ പറ്റുന്നില്ല. ആ സമയത്ത് മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ബിലാൽ തങ്ങൾ പറഞ്ഞത്, വാ തർബോ, എന്റെ സന്തോഷമേ, എന്റെ സന്തോഷമേ. ഭാര്യ ചോദിച്ചു, എന്താ നിങ്ങൾ ഈ പറയുന്നത്? അപ്പോഴാണ് ബിലാൽ തങ്ങൾ പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ടവളെ, ഗദൻ അൽഖാ മുഹമ്മദാ, അടുത്ത നിമിഷം എനിക്ക് എന്റെ മുത്തിനെ കണ്ടൂടെ, മരിച്ചാലല്ലേ എനിക്ക് എന്റെ നായകനെ കാണാൻ പറ്റൂ, അതുകൊണ്ട് ഞാൻ മരിക്കലല്ലേ എനിക്ക് ഏറ്റവും നല്ലതെന്ന് മരണക്കിടക്കയിൽ പറഞ്ഞ റസൂലുള്ള വഫാത്തായെന്നറിഞ്ഞപ്പോൾ ആരോഗ്യ ദൃഢഗാത്രനായ യുവാവിന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചെടുക്കണമെന്ന് ദുആ ചെയ്യുകയോ, താൻ മരിക്കാൻ നേരത്ത് എനിക്ക് അടുത്ത സെക്കൻഡിൽ എന്റെ നായകനെ കാണാൻ പറ്റുമല്ലോ എന്ന സന്തോഷത്തോടെ തന്റെ ഭാര്യയോട് പോലും എനിക്ക് മുഹമ്മദ് നബിയെ കാണലാണ് അഭികാമ്യമെന്ന് പറഞ്ഞ സഹാബത്തിന്റെ സ്നേഹം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? അല്ലാഹുവിന്റെ ഹബീബ് ഇവിടെന്ന് പറഞ്ഞതെന്താ? സഹോദരങ്ങളെ, നബി തങ്ങൾ പറയുന്നു, ഇന്നമിൻ അശദ്ദി ഉമ്മത്തി, എന്റെ സമുദായത്തിൽ നിന്ന് ഏറ്റവും ശക്തമായ ഹുബ്ബൻ, ഏറ്റവും സ്നേഹമുള്ളത്, എന്റെ സമുദായത്തിൽ എന്നോട് ഏറ്റവും സ്നേഹമുള്ളത് ഉനാസുൻ, ഒരു ജനതയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ സമുദായത്തിൽ നിന്ന് എനിക്ക് ഏറ്റവും ശക്തമായ സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നത് എനിക്ക് ശേഷം വരുന്ന ഒരു ജനതയാണ്. യവദ്ദു അഹദുഹും ലൗ റആനി ബിഅഖ്ലിഹി വമാലിഹി, അവര് എന്നെ കേട്ടപ്പോൾ, അല്ലാഹുവേ, ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എന്റെ ശരീരവും എന്റെ സമ്പത്തും എന്റെ കുടുംബവും എന്റെ മുത്തിന്റെ മുമ്പിൽ ഞാൻ ഇറക്കി വെക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട എന്റെ അനുയായികൾ, എന്റെ പ്രിയപ്പെട്ട സമുദായമാണ് എന്നോട് ഏറ്റവും സ്നേഹമുള്ളതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇത് സഹീഹ് മുസ്ലിമിലുള്ള ഹദീസാ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ അവസാന നിമിഷത്തില് മരണം പുൽകാൻ കൊതിച്ചുപോയ സഹാബിയും ആഗ്രഹിച്ചത് നബിതങ്ങളെ കാണൽ. തന്റെ ആരോഗ്യമുള്ള കണ്ണുകളുടെ കാഴ്ച തിരിച്ചെടുക്കണമെന്ന്, നബിയില്ലാത്ത മദീന കാണണ്ടെന്ന് ആഗ്രഹിച്ച സയ്യിദുന സഹാബാക്കളിൽ പ്രമുഖരായ പ്രിയപ്പെട്ട സാദാത്യങ്ങൾ. ആലോചിക്ക് പ്രിയപ്പെട്ടവരെ, അവരുടെ സ്നേഹവും നമ്മൾ ഇന്നേ വരെ നബിതങ്ങളെ കാണാത്ത നമ്മുടെ സ്നേഹവും തമ്മിൽ അള്ളാന്റെ മുത്തുനബി കമ്പയർ ചെയ്തിട്ട് പറയുന്നത്, എനിക്ക് ശേഷം വന്ന ഒരു ജനത, എന്നെ കാണാത്ത ഒരു സമൂഹം എന്നെ സ്നേഹിക്കുന്നത്, ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സമ്പത്ത് മുഴുവനും എന്റെ ജീവൻ പോലും എന്റെ മുത്തിന് സമർപ്പിക്കാമെന്നല്ലേ. അതാരാണ്? നമ്മളാണ്. നമുക്കെന്ത് നബി സ്നേഹം, നമുക്കെന്ത് പ്രവാചക സ്നേഹം. ദാടി വെക്കാത്തവരെന്നെ കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, ഞാൻ വിമർശിക്കുന്നതല്ല. എന്തേ? എന്റെ റസൂല് സുന്നത്താക്കിയ ദാടിയാണ് എനിക്ക് വേണ്ടത്. ഞാൻ തലമറയ്ക്കുന്നത് മക്കയിലും മദീനയിലും പ്രാവുകൾ ഒത്തിരി ഉള്ളത് കൊണ്ട് കാട്ടിക്കും അത് തലയിൽ വീഴാത്തതെന്ന് പറഞ്ഞ പുത്തംവാദികളുടെ വായടപ്പിച്ചുകൊണ്ട് എന്റെ റസൂല് തലമറച്ചെങ്കിൽ ഞാനും മറയ്ക്കും. എന്റെ മുത്തു വെള്ള വസ്ത്രം ധരിച്ചു, ഏറ്റവും ശ്രേഷ്ഠമായ വസ്ത്രം വെള്ളയാണെന്ന് പഠിപ്പിച്ചു. ഞാനും എന്റെ വെള്ള വസ്ത്രത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ട്? എന്റെ ഹബീബ് ഇഷ്ടപ്പെട്ടത് വെള്ള വസ്ത്രമാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കേണ്ടത് ഇങ്ങനെയാണ്. ഞാൻ എന്റെ കണങ്കാലിന് മുകളിൽ മുണ്ടെടുക്കുന്നു. എന്തുകൊണ്ട്? എന്റെ മുത്തങ്ങനെയാണ് ഉടുക്കാൻ പഠിപ്പിച്ചത്. ഞാൻ വലത് കാല് വെച്ചാണ് ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. എന്തുകൊണ്ട്? എന്റെ മുത്തങ്ങനെ എന്നെ പഠിപ്പിച്ചു. ഇടത് കാല് വെച്ച് കയറുന്നു. എന്തുകൊണ്ട്? എന്റെ നായകൻ എനിക്ക് പഠിപ്പിച്ചത് അങ്ങനെയാണ്. വലത് കൈ കൊണ്ട് തിന്നുന്നു, വലത് കൈ കൊണ്ട് കുടിക്കുന്നു. ഇരുന്നിട്ടല്ലാതെ ഞാൻ കുടിക്കില്ല, കഴിക്കില്ല. എന്തുകൊണ്ട്? എന്റെ നായകൻ അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചത്. കുഞ്ഞുങ്ങളെ എങ്ങനെ ചുംബനം കൊടുക്കണമെന്ന് പഠിപ്പിച്ച ലോകത്ത് ഏറ്റവും വലിയ കരുണാഭ്രമായ സ്നേഹത്തിന്റെ പ്രകടനങ്ങൾ കാഴ്ചവെച്ച മാതൃകാ ഭർത്താവ് നബി മുഹമ്മദ് മുസ്തഫ.
അവിടെ നിന്ന് പറഞ്ഞു, ഇടത് കൈ കൊണ്ട് കുഞ്ഞിന്റെ പെടലിയിൽ പിടിച്ചിട്ട് വലത് കൈ കൊണ്ട് കുഞ്ഞിന്റെ ദാടിയല്ലിൽ പിടിച്ചിട്ട് അവന്റെ ചുണ്ടിൽ ചുംബനം കൊടുക്കണമെന്ന് പഠിപ്പിച്ചു. അടുക്കളയിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടത്, അടുക്കളയിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പഠിപ്പിച്ചത്, അന്താരാഷ്ട്രത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു. മുറ്റമടിക്കുമ്പോ ചൂലെങ്ങനെ പിടിക്കണമെന്ന് പഠിപ്പിച്ച അതേ നായകനല്ലേ രണാങ്കണത്തില് വാളെങ്ങനെ പിടിക്കണമെന്ന് പഠിപ്പിച്ചത്. അധികാരത്തിന്റെ കസേരയിൽ രാഷ്ട്രീയ നേതാവ് എങ്ങനെ ഇരിക്കണമെന്ന് പഠിപ്പിച്ച ആ പ്രവാചകനല്ലേ നിന്റെ പ്രാഥമിക ആവശ്യത്തിന് നീ ബാത്റൂമില് ഇടതുഭാഗം ചരിഞ്ഞിട്ടിരിക്കണമെന്ന് പഠിപ്പിച്ചത്. എവിടെയാ റസൂല് തൊടാതെ പോയത്? ഏത് മേഖലയിലാണ് മുത്തു റസൂല് അള്ളാന്റെ ഹബീബ് കാണിച്ചു തരാത്ത ഒരു മാതൃക നമ്മുടെ ലോകത്തുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അതുകൊണ്ട് സ്നേഹിക്കാം നമുക്ക് മുത്തുനബിയെ. നിസ്കാരത്തിന്റെ മഹത്വം മാത്രമല്ല പഠിപ്പിച്ചത്, നോമ്പിന്റെ മഹത്വം മാത്രമല്ല പഠിപ്പിച്ചത്, അദബ് പഠിപ്പിച്ചു തന്നത്, സംസ്കാരം പഠിപ്പിച്ചു തന്നത്, മര്യാദ പഠിപ്പിച്ചു തന്നത്, മുതിർന്നവരോട് ബഹുമാനം വേണം, കുഞ്ഞുങ്ങളോട് കരുണ വേണം. ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചതാരാ? കാരുണ്യത്തിന്റെ പ്രതീകമേ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സ്നേഹിക്കണം. നമ്മുടെ സ്നേഹത്തിനാണ് മൂർച്ച കൂടുതൽ. എന്നെ കണ്ടിട്ടില്ല അവർ. ആ നിലയിൽ നമ്മളോട് ഏറ്റവും വലിയ അടുപ്പമുള്ള അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ. എന്തിനേറെ ഇമാം ഇബ്നു മാജയും ഇമാം ബൈഹഖിയും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഉറങ്ങിപ്പോയി അല്ല നമുക്ക് മാപ്പ് തരുന്നുണ്ട്, മറന്നുപോയി അല്ല മാപ്പ് തരുന്നുണ്ട്. تجاوز عن أمتي الخطأ والنسيان وما استكرهوا عليه. വേറെ ഒരു സമുദായത്തിനും അല്ല കൊടുത്തിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, കുറെ പണിയെടുത്തിട്ട് ഒരു ഖീറാത്തും വാങ്ങിപ്പോയ ജൂതന്മാരെ പോലെ അല്ല നമ്മൾ. അല്പം കൂടെ പണി കുറച്ച് ചെയ്തിട്ട് ഒരു ഖീറാത്തും വാങ്ങിപ്പോയ നസാറാക്കളെ പോലെ അല്ല നമ്മൾ. കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് 2 ഖിറാത്ത് വാങ്ങി പണി കുറച്ച് ചെയ്ത ഉമ്മത്ത് മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ നമ്മൾ. നമുക്ക് ഏതെങ്കിലും നിലയിൽ ഒരു പിഴവ് സംഭവിച്ചു പോയി, അല്ല പൊറുക്കും. വന്നിസിയാൻ മറന്നുപോയി, അല്ല പൊറുക്കും. ഓർക്കുമ്പോ നമ്മൾ ചെയ്യണം. വമസ്തുക്രിഹു അലൈ, പിടിച്ചു വെച്ച് കഴുത്തിലേക്ക് കൈ ചേർത്ത് വെച്ചിട്ട് നമ്മളോട് മറ്റേതെങ്കിലും ഭാഷകൾ ഉച്ചരിക്കാൻ പറഞ്ഞു, തക്ബീറിന്റെ ധ്വനികളല്ലാത്ത, തൗഹീദിന്റെ സന്ദേശങ്ങളല്ലാത്ത, ശിർക്കിന്റെ വാചകങ്ങൾ പറയാൻ ഏതെങ്കിലും ശത്രുക്കൾ നമ്മളോട് നിർബന്ധിച്ചാൽ, ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ പറഞ്ഞു പോയാൽ വമസ്തുക്രിഹു അലൈ, ഇക്റാഹില്ലായി, ബലാത്കാരം ചെയ്യപ്പെട്ടത് നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ അള്ളാഹു അറിയിച്ചു കൊടുത്തത് എന്തിന്റെ പേരിലാണ്? ഈ സമുദായത്തിന്റെ പ്രത്യേകതയല്ലേ?